ശ്രുതി ഗർഭിണിയാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ഭാമയോട് ചൂടാവാണ് ചന്ദ്രമതി. നീ ഇപ്പോൾ ഈ സന്തോഷ വാർത്ത അറിയിക്കാനല്ലേ വന്ന് അറിയിച്ചില്ലേ, നീ തിരിച്ചു പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി, നീ സ്വീറ്റ്സ് ഇവിടെ വയ്ക്കാൻ പറയുമ്പോൾ എനിക്ക് ഒരു സ്വീറ്റ്സ് വേണ്ട, നീ ഒരു കാര്യം ചെയ്തും കൊണ്ട് അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഭാമയെ വഴക്ക് പറഞ്ഞ് വിടാണ്. വഴക്ക് പറഞ്ഞ് വിടുമ്പോൾ ശ്രുതി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയണ, എന്ത് തന്നെ ആയാലും ഇനി ശ്രുതി ഇവിടെ വളരേണ്ട കുട്ടിയാണ്, നീ അത് മറക്കരുത് ചന്ദ്രേ, അവളെ നമ്മളിപ്പോൾ കൂടെ നിർത്തേണ്ട സമയമാണ്, കാരണം അവളുടെ വയറ്റിൽ നമ്മുടെ മോൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയാണ്, അവൾ ഗർഭിണിയാണെന്ന് തന്നെ ആർക്കറിയാം, എനിക്ക് വിശ്വാസമില്ല, അവൾ ഇതിലപ്പുറം എന്നാണ് പറയും, അവൾ ഗർഭിണിയാണെന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് പറ്റില്ല, കാരണം അവൾ ഇവിടെ കയറിക്കൂടെ ഇതിൻ്റെ അപ്പുറത്തേക്കും പറയുന്നത് എനിക്ക് നല്ല ഉറപ്പാണെന്നൊക്കെ പറയാണ് ചന്ദ്രമതി. പക്ഷെ രവീന്ദ്രൻ പറയേണ്ട, ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ ഗർഭിണിയാണെന്നുള്ള കാര്യം നുണ പറയില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയണ്ട. പക്ഷെ ചന്ദ്രമതി ആണ് വിട വ്യതിചലിക്കില്ല. അപ്പോൾ ശ്രുതി പറയണ, എൻ്റെ ശ്രുതി ഗർഭിണിനെ ഞാൻ എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാം, ഞാൻ പോയി ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് തടഞ്ഞിട്ട് പറയാണ്, ഓഹോ, നീ പോയിട്ട് നിൻ്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണല്ലേ, അതെ, അപ്പം നിനക്ക് നിൻ്റെ ഭാര്യ ഇല്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ നിമിഷം ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങും, പിന്നെ എന്നെ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ ആരും എന്നെ കാണുക പോലും ഇല്ല എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലാവുന്ന, രവീന്ദ്രനും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രുതിക്ക് വാണിങ്ങും കൊടുത്തിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോവാണ്. ആകെ തകർന്നു നിൽക്കുന്ന ശ്രുതിയോട് രവീന്ദ്രൻ വന്ന് പറയണം, മോനെ എന്താ ചെയ്യുക, നിൻ്റെ അമ്മയുടെ വാശി കണ്ടില്ലേ, ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് ഈ സമയത്ത് ഇപ്പം നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് നിൻ്റെ അമ്മയുടെ മനസ്സ് മാറിയിട്ട് ശ്രുതിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ അവനെ സമാധാനിപ്പിച്ചിട്ട് പോവാണ്. ഈ സമയത്ത് വർഷയുടെ റൂമിൽ അച്ഛമ്മയും വർഷയും ശ്രീകാന്തും ഒക്കെ ഉണ്ട്. വർഷേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ്. അച്ഛമ്മ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ശരീരം നോക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയാണ്. കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം, പ്രസവവേദന വെച്ചാൽ അത്ര ചെറിയ വേദന എന്നല്ല, അതൊക്കെ നീ തന്നെ സഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ അച്ഛമ്മ എന്നൊക്കെ പറയാനത് പറയാതിരിക്കാൻ, വർഷയെ പേടിപ്പിക്കാതിരിക്കാൻ, പക്ഷെ അച്ഛമ്മ നിർത്തണില്ല, അച്ഛമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അച്ഛമ്മ പറയാണ്, ഞാനേ പണ്ട് എന്താ പറയുക, പാടത്തൊക്കെ പണിതിട്ട് 10 മാസം വരെ ഞാൻ നെല്ലൊക്കെ കുത്തിയിട്ടൊക്കെയാണ് പ്രസവിച്ചിരുന്നത്, പക്ഷെ അപ്പോഴൊന്നും വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വർഷമൊക്കെയാണ്, അച്ഛമ്മ അപ്പം നെല്ല് കുത്തിയാൽ സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റും, വേദന ഇല്ലാതെ പറയുമ്പോൾ, ആരാ പറഞ്ഞു നിന്നോട്, ഇപ്പോഴൊക്കെ പ്രസവ വേദന വെച്ചാൽ വലിയ വേദന, ആ വേദന നമ്മൾ തന്നെ അനുഭവിക്കണം എന്നൊക്കെ പറയണത്. ഇത് കേൾക്കുമ്പോൾ വർഷം അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടു കൂടി നോക്കണം. അപ്പോൾ ശ്രീകാന്ത്, അച്ഛമ്മ ഭക്ഷണം കഴിക്കാൻ പോകില്ലേ, താഴത്തേക്കും ചോദിക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കാറാകുമ്പോൾ വിളിക്കുമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആ വർഷയോട്, അച്ഛമ്മ ഇതൊക്കെ പറയണതേ പോസിറ്റീവായിട്ട് അല്ലാണ്ട് നിന്നോട് നെഗറ്റീവായിട്ട് എടുക്കാനല്ല എന്നൊക്കെ പറയണം, എന്ത് പോസിറ്റീവായിട്ട് എടുത്താലും നെഗറ്റീവായിട്ട് എടുത്താലും വേദന ഞാൻ തന്നെ തിന്നണ്ടേന്നൊക്കെ ചോദിക്കണം. അപ്പം അച്ഛമ്മ പറയണം, അതെ അതെ, വേദന നീ തന്നെ തിന്നണം, കുറച്ചുകൂടി പക്വമായിട്ട് പെരുമാറണം, പാട്ട് കേൾക്കണം, അതുപോലെ തന്നെ നല്ല നല്ല ബുക്കുകൾ വായിക്കണം, മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം. അപ്പം അച്ഛമ്മ അങ്ങനെ പറയുമ്പോൾ വർഷം മനസ്സോടുകൂടി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് താഴത്തുനിന്ന് രേവതി വിളിക്കുകയാണ്, അച്ഛമ്മയെ ഭക്ഷണം കഴിക്കാൻ വായുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛമ്മ പറയണ, ശരി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പോകുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വർഷം മുതുകൊക്കെ ചിരിക്കുമ്പോൾ വർഷയെ കൊല്ലാനുള്ള കലിപ്പിൽ ശ്രീകാന്തിനെ നോക്കുകയാണ്. അപ്പോൾ വർഷേനെ നോക്കണോ ചിരിക്കണോ എന്നുള്ള ധർമ്മസങ്കടത്തിലിരിക്കുകയാണ് ശ്രീകാന്ത്. അച്ഛമ്മ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സച്ചി രേവതി അടുത്തുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് കൊതിയായി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരണം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, 41 ദിവസം അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ എന്തായാലും പെട്ടെന്ന് കുട്ടികളുണ്ടാവും, നിങ്ങൾ വായോ എന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെ ഇത്രയും ദിവസം ഇവിടുന്ന് മാറി നിൽക്കുക അച്ഛമ്മേനൊക്കെ ചോദിക്കാണ് രേവതി സച്ചിൻ. അല്ല, നിങ്ങൾ അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണം എന്നത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ അടുത്ത് കിടന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛമ്മയോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങായിരുന്നു, പക്ഷെ അച്ഛമ്മ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമായിരുന്നു, അതുപോലെ തന്നെ അച്ഛമ്മയുടെ ഈ ആഗ്രഹവും ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരും, ഞങ്ങളുടെ ഒരു നല്ലൊരു പൊന്നോമനെ അച്ഛമ്മയുടെ കയ്യിലേക്ക് ഞങ്ങൾ വെച്ച് തരും എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയാൻ, എനിക്ക് കൊതിയായി അതിനെ താലോലിക്കാന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറയാണ്. അങ്ങനെ അച്ഛമ്മ ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഈ സമയത്ത് ശ്രുതി മീരയുടെ വീട്ടിലിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ മീര പറയണം, അല്ല ശ്രുതി, ഗർഭിണിയാന്നുള്ള വിവരം ബാമാൻറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും അന്വേഷിച്ച് വന്നൊന്നുമില്ല
അറിയില്ലല്ലോ നിന്നെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയണം ഞാനിപ്പോൾ അത് തന്നെ ആലോചിക്കണം, എന്താണാവോ ആരും അന്വേഷിച്ച് വരാഞ്ഞ്, ശരിക്കും വിവരം അവിടെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയണം മീരയോട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയണം ഈ വിവരം അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണ ശ്രുതി പറയാണ് മീര. അപ്പോൾ ശ്രുതി പറയണേ അവർ വിശ്വസിക്കാതിരിക്കാൻ തരയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിവരം ആരും നുണ പറയില്ല എന്നറിയാലോ എന്നൊക്കെ പറയുമ്പോൾ പറയാം നീ ഇതിലപ്പുറം നുണ പറഞ്ഞല്ലേ, അപ്പോൾ അവർ വിശ്വസിക്കാൻ തരല്ലേ പറയുമ്പോൾ ശ്രുതി പറയണം അപ്പോൾ ഇതിലും വലിയ നുണ ഞാൻ ചെയ്യും, ഞാൻ വേറൊരു വഴിയും കൂടി കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നാളെ ഞാൻ പോകും ഗൈനക്കോളജിസ്റ്റിനെ കാണാനാന്ന് പറഞ്ഞിട്ട് യാദൃശ്ചികമായി അവളവിടെ കണ്ടുമുട്ടും. അവളോട് ഞാൻ പറയും ഇങ്ങനെ ഗർഭിണിയാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയും. ഇതറിയണ ദേവു എന്ത് ചെയ്യും, രേവതിയോട് പറയും, രേവതി അത് വീട്ടിൽ പറയും. അപ്പോൾ അവർ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ മീര പറയും പ്ലാനിങ് ഒക്കെ നല്ലതാണ്, വർക്കൗട്ട് ആയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ പറയും അതൊക്കെ വർക്കൗട്ട് ആവും, നീ നോക്കിക്കോ മീരെ, ഇത് സക്സസ് ആവും, ഞാൻ തിരിച്ചവിടെ കയറുകയും ചെയ്യും എന്നൊക്കെ പറയാൻ ശ്രുതി. അങ്ങനെ അവർ വീണ്ടും ഗർഭിണിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവുവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ഹാളിൽ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയും കൂടി ചെന്നിട്ട് ചോദിക്കും സാധാരണ അച്ഛമ്മ വന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ അല്ലല്ലോ പതിവ്, അച്ഛൻ എന്തുമാത്രം സന്തോഷത്തോടെ പെരുമാറുന്ന ആളത്, എന്താ അച്ഛന് പറ്റിയേ, അച്ഛൻ ആകെ ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ സന്തോഷിക്കേണ്ട സമയം തന്നെയാണ്, എല്ലാം സന്തോഷിക്കേണ്ട വാർത്തകളാണ്, പക്ഷെ പറ്റണ്ടേ എന്ന് പറയാണ്. എന്താ അച്ഛാ ചോദിക്കുമ്പോൾ പറയണ ഇങ്ങനെ ശ്രുതി അച്ഛനാവാൻ പോവാണ്, ശ്രുതി പ്രഗ്നൻ്റ് ആണ് പറയുമ്പോൾ ശ്രുതി പ്രഗ്നൻ്റോ ചോദിക്കാണ് രേവതി. അതെ, അച്ഛൻ എങ്ങനെ അറിഞ്ഞു, അവൾ അച്ഛനെ വിളിച്ചോ എന്ന് ചോദിക്കാണ്. ഇല്ല ഭാമ വന്നിട്ടുണ്ടായിരുന്നു, ഭാമ വന്നിട്ട് പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പോൾ അവളേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടുണ്ട്, ഇപ്പം ശരിക്കും അവൾ ഇവിടെ താമസിക്കേണ്ടതല്ലേ, എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കണം, പക്ഷെ ചന്ദ്ര പറയണത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചന്ദ്ര ആ നിമിഷം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നാണ് പറയണതെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും എന്താ ചെയ്യുക അച്ഛാ, അമ്മ പറയണേലും കാര്യമില്ലായില്ലല്ലോ, നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ശ്രുതി എന്താ വെച്ചാൽ തീരുമാനിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാൻ നോക്കാം എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ ഇതെല്ലാം മറിഞ്ഞെന്ന് കേൾക്കാണ് ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി പറയണം ഓടി വന്നിട്ട് എല്ലാവരും കൂടി പ്ലാൻ ഇട്ടേക്കല്ലേ, അവളേനെ ആ കള്ളത്തരം കാണിക്കുന്ന അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ഇട്ടതിൻ്റെ ലാസ്റ്റ് ഒരു തീരുമാനം ഞാനും പറയാം, നിങ്ങളെല്ലാവരും കൂടി ഓരോ പ്ലാൻ ഇട്ടിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, പിന്നെ എന്നെ നിങ്ങളാരും മഷിയിട്ട് നോക്കിയാൽ കൂടി കാണില്ല, അത് മാത്രമല്ല ഞാൻ ഒരിക്കലും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരില്ല, ഇതെൻ്റെ തീരുമാനമാണ്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വന്നിട്ട് പ്ലാൻ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ സച്ചി പറയണം അച്ഛാ തൽക്കാലം അമ്മയെ വേദനിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, ശ്രുതിയല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, ശ്രുതി എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ, ശ്രുതിയുടെ തീരുമാനത്തിനൊപ്പം നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. അപ്പോൾ ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ ആ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കാനാണ് അവരുടെ തീരുമാനം. ഈ സമയം ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താ ചെയ്യുക, ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛമ്മയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞാലോ, അച്ഛമ്മ വിവരങ്ങൾ അറിയുമ്പോൾ ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം, അച്ഛമ്മയോട് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയോട് പറഞ്ഞാലോ എന്നുള്ള ചിന്തയിലാണ് ശ്രുതി ഇരിക്കണത്. ചന്ദ്രമതി ഹാളിൽ കൂടെ നടക്കുമ്പോൾ കലാവതി അമ്മ അതായത് അച്ഛമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതിനെ വിളിച്ചില്ലേ നീ, ശ്രുതി വിളിച്ചു ചോദിക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ, അവൾക്ക് തിരക്കാണ്, എന്താ പറഞ്ഞേ, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അവളോട് പറഞ്ഞാൽ, എന്നിട്ട് എന്താ എനിക്ക് നീ ഫോൺ തരാമെന്ന് ചോദിക്കുമ്പോൾ പറയണ അവൾക്ക് തിരക്കാണ്. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൊഴിയുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെന്ന് പറയണം. അപ്പോൾ അത് ശരി, അപ്പോൾ അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശരി ശ്രുതി എവിടെയാണ് ചോദിക്കുമ്പോൾ ശ്രുതി റൂമിലുണ്ട് പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വിളിച്ച ശ്രുതി പറഞ്ഞിട്ട് വിളിക്കാൻ. അപ്പോൾ ശ്രുതി ഇറങ്ങി വരാണ്, എന്താ ചോദിക്കുമ്പോൾ പറയാം നീ ഇവിടെ വന്നിരുന്നേ, ഏത് നേരം നോക്കിയാലും എന്താ നീ റൂമിൻ്റെ ഉള്ളിലിരിക്കണേ, എന്താ നിനക്ക് ഇത്ര റൂമിൻ്റെ ഉള്ളിൽ പണിയാനുള്ളത്, നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് എൻ്റെ അടുത്തിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ ശ്രുതിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അടുത്തിരുത്തുമ്പോൾ ചന്ദ്രമതിക്ക് ഒരു പേടിയുണ്ട് ശ്രുതി എന്തെങ്കിലും പറയുമെന്ന്. ശ്രുതിയാണെങ്കിൽ മനസ്സിലിരിക്കൂല, ശ്രുതി ഇന്നലെ രാത്രി ആലോചിച്ചത് അച്ഛമ്മയോട് എല്ലാം പറഞ്ഞാലോ എന്നാണ് ശ്രുതി ആലോചിക്കേണ്ടത്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കേണ്ട, ഒന്നും അച്ഛമ്മയോട് പറയരുത് എന്നുള്ള ഭാഗത്തിൽ ശ്രുതിയോട് കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ ചോദിക്കുക എന്താ നിനക്ക് പറ്റിയ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ, എന്താടാ പറ്റിയ, എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട. അച്ഛമ്മ ശ്രുതിനെ അടുത്ത് പിടിച്ചെടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ ഞാൻ ചോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കേണ്ട, എല്ലാ അച്ഛമ്മയോട് പറഞ്ഞാലോ, എന്തിനാ പൊളിപ്പിച്ച് വെക്കണേ, എല്ലാ കാര്യങ്ങളും അച്ഛമ്മയോട് പറഞ്ഞാൽ ശ്രുതിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ, ഞാൻ പറഞ്ഞാലോ അച്ഛമ്മയോട് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ശ്രുതി. ആ സമയത്താണ് അച്ഛമ്മയോട് പറയുമോ എന്നുള്ള ടെൻഷനുണ്ട് ചന്ദ്രമതിക്ക്, പറഞ്ഞാലോ ഒന്ന് ചിന്തിക്കേണ്ട ശ്രുതി. അങ്ങനെ ആ ഒരു നിർണായക മുഹൂർത്തത്തിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.